അന്യഗ്രഹ ജീവികളുമായി മനുഷ്യന് ബന്ധമുണ്ടെന്ന വളരെ രഹസ്യമായ PDF കോപ്പിയാണ് അരുണാചൽ പ്രദേശിൽ മരണമടഞ്ഞ മലയാളികളായ ആ 3 പേരിൽ ഒരാളുടെ ലാപ്ടോപ്പിൽ നിന്ന് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. മനുഷ്യന് മനസ്സിലാകാത്ത ലാംഗ്വേജിലായിരുന്നു ഏലിയൻസുമായി അവരുടെ കമ്മ്യൂണിക്കേഷൻ. ഈ കാരണം കൊണ്ടൊക്കെ തന്നെ അവരുടെ മരണത്തിനും ഏലിയൻസും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. സത്യത്തിൽ ആ PDF വായിച്ചപ്പോൾ എന്റെ ഉള്ളിലും വളരെ വർഷങ്ങളായിട്ടുള്ള പല ചോദ്യങ്ങൾക്കും മറുപടി ലഭിക്കാൻ തുടങ്ങി. ഇന്നത്തെ നമ്മുടെ പല ചോദ്യങ്ങൾക്കുള്ള മറുപടികളും ഉത്തരങ്ങളും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിൽ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആർക്കും അറിയില്ല എന്നതായിരുന്നു സത്യാവസ്ഥ. ഓക്കെ, അതിനെക്കുറിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഏലിയൻ ആരോടോ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. ഏലിയന്റെ സംഭാഷണങ്ങളാണ് ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും രൂപത്തിൽ അതിൽ കൊടുത്തിരിക്കുന്നത്. മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായവരല്ല, മറ്റേതോ ഗ്രഹത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നവരാണെന്നാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ മനുഷ്യൻ അന്യഗ്രഹ ജീവികളുടെ പിൻതലമുറയാണെന്ന് കരുതപ്പെടുന്നു. സത്യത്തിൽ ഇത് നമ്മുടെ ഇവല്യൂഷൻ തിയറിക്ക് എതിരാണ്. പക്ഷെ ഈ പുസ്തകത്തിൽ ഇവല്യൂഷൻ തിയറിയും ശരിയാണെന്ന് അവർ പറയാതെ പറയുന്നുണ്ട്. മനുഷ്യവംശത്തിന് തുടക്കം കുറിച്ചത് ഭൂമിയിലേക്ക് ആദ്യം വന്ന മനുഷ്യ രൂപത്തിലുള്ള ചില ജീവികളായിരുന്നു. പിന്നീട് ആ ജീവികളിൽ വന്ന പരിണാമ മുഖാന്തരം മനുഷ്യവംശത്തിന് തുടക്കം കുറിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഇങ്ങനെ പലപ്പോഴായി വന്ന മനുഷ്യർ ഇവിടുത്തെ പ്രവാചകരായി മാറുന്നു, ഗവേഷകരായി മാറുന്നു. നമ്മൾ ദൈവം എന്ന് കരുതി ആരാധിക്കുന്ന പലരും ഇത്തരത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ഏലിയൻസ് ആണെന്നും അവരുടെ പിൻഗാമികളായിട്ടാണ് ഒരു വിഭാഗം ജനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും എന്നൊക്കെയാണ് പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. മനുഷ്യൻ ആദ്യമായിട്ട് ഭൂമിയിൽ എത്തിച്ചേർന്നത് 6 കോടി വർഷങ്ങൾക്ക് മുമ്പായിരുന്നാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ക്രിട്ടീഷ്യസ് കാലഘട്ടത്തിലേക്ക് പോകേണ്ടി വരും. ക്രിട്ടീഷ്യസ് കാലഘട്ടത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ പരിണാമത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തിയ കാലഘട്ടമാണിത്. അതിന്റെ അവസാന ഘട്ടത്തിൽ അന്നത്തെ ജീവജാലങ്ങളിൽ 75% ഇല്ലാതായി. ആ കാലഘട്ടത്തിൽ മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നത് ഒരു എലിയുടെ വലുപ്പത്തിലായിരുന്നു. ആ കാലഘട്ടത്തിൽ ഡൈനോസറുകൾ ഒരുപാടുണ്ടായിരുന്നു ഭൂമിയിൽ. ഈ സമയത്താണ് മനുഷ്യന്റെ പൂർവികരായ ഏലിയൻസ് ഭൂമിയിൽ എത്തിച്ചേർന്നെന്ന് പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. എങ്ങനെയാണ് അന്യഗ്രഹ ജീവികൾ ഇങ്ങനെ ഭൂമിയിൽ എത്തിച്ചേർന്നത്? അതിനെക്കുറിച്ച് നോക്കുമ്പോൾ ഗ്രഹങ്ങൾ തമ്മിലുള്ള സാമ്യമാണ് പ്രാധാന്യം. എല്ലാ ഗ്രഹങ്ങളും റേഡിയേഷൻ സൃഷ്ടിക്കുന്നുണ്ട്. സൂര്യനിൽ നിന്ന് വരുന്ന റേഡിയേഷൻ കാരണം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്ന അറോറ എന്ന പ്രതിഭാസം തന്നെയാണ് ഇതിന് ഉദാഹരണം. ഇങ്ങനെ ഉണ്ടാകുന്ന റേഡിയേഷന് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ട്. എന്തൊക്കെ ആയാലും ഭൂമിയെ സംരക്ഷിക്കാൻ മാഗ്നറ്റോസ്ഫിയർ എന്ന സംരക്ഷണ വലയം നമ്മുടെ ഭൂമിക്ക് ചുറ്റുമുണ്ട്. ഒരേ രീതിയിൽ ഇതുപോലെ ഫ്രീക്വൻസി ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രഹങ്ങൾ തമ്മിൽ പരസ്പരം റെസൊണൻസ് ഫ്രീക്വൻസിയിൽ എത്തിച്ചേരുന്നു. ഇങ്ങനെ റെസൊണൻസ് ഫ്രീക്വൻസി ഉണ്ടാക്കുന്ന ഗ്രഹങ്ങളിലെ ജീവജാലങ്ങൾ ഒരിടത്തിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് പുനർജനിക്കാനുള്ള സാധ്യതയാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഇങ്ങനെ പണ്ട് കാലത്ത് ഭൂമിയിൽ ഉണ്ടായിരുന്ന ദിനോസറുകൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി മറ്റൊരു ഗ്രഹത്തിൽ പുനർജനിച്ചെന്നും ഇതിൽ പറയപ്പെടുന്നു. ഇതുപോലെയാണ് അന്യഗ്രഹ ജീവികൾ ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളിൽ എത്തിച്ചേർന്നെന്നും ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. എങ്ങനെയാണ് പ്രാചീന മനുഷ്യൻ ഇത്ര ബുദ്ധിമാന്മാരായെന്ന സംശയം നമുക്ക് പലർക്കും തോന്നാറുണ്ട്. സാങ്കേതിക വിദ്യകൾ പോലും ഇല്ലാതിരുന്ന കാലഘട്ടമായിട്ട് പോലും പണ്ട് കാലങ്ങളിൽ മനുഷ്യൻ പലതും കൃത്യമായി കണ്ടെത്തിയിരുന്നു. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം ഇന്ത്യക്കാരനായ ആര്യഭട്ട അതിനകം തന്നെ കണ്ടെത്തിയിരുന്നു. നാസയുടെ സാങ്കേതിക വിദ്യകൾ പോലും ഇല്ലാതിരുന്ന കാലഘട്ടമായിട്ട് പോലും പണ്ട് കാലങ്ങളിൽ മനുഷ്യൻ അതിലെല്ലാം സാധിച്ചിരുന്നു. ഇതൊക്കെ നോക്കുമ്പോൾ ലോകാത്ഭുതങ്ങളിൽ ഒന്നായ പിരമിഡ് എങ്ങനെ മനുഷ്യൻ നിർമ്മിക്കാൻ സാധിച്ചു നമുക്ക് തോന്നാം. ഇത്തരത്തിൽ ഭൂമിയിലേക്ക് വന്ന ഏലിയൻ മനുഷ്യരാണ് ഇതിന്റെ എല്ലാം നിർമ്മിതിക്ക് പിന്നിൽ എന്നാണ് പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. ഇങ്ങനെ വന്ന ഏലിയനുകൾ ഭൂമിയിൽ ആദ്യ രൂപങ്ങളിൽ ഉണ്ടായിരുന്ന മനുഷ്യരുമായി കൂടിച്ചേർന്ന് പുതിയ മനുഷ്യരാശിക്ക് തുടക്കം കുറിച്ചു എന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. നമ്മളൊക്കെ അത്തരത്തിൽ രൂപമാറ്റം വന്നവരാകാം. ഈ കാരണം കൊണ്ടൊക്കെ തന്നെ മനുഷ്യന് മറ്റൊരു ഗ്രഹത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും യാത്ര ചെയ്യാൻ സാധിക്കും. ഈ കാരണം കൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ആ 3 പേർ മറ്റൊരു ഗ്രഹത്തിലേക്ക് യാത്ര ചെയ്യുന്നതിനു വേണ്ടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്. ഈ സംഭവത്തിന് തുടക്കം അരുണാചൽ പ്രദേശിലെ ഇട്ടാനഗറിൽ നിന്നായിരുന്നു. കോട്ടയം സ്വദേശിയായ നവീനും ദേവിയും അവരുടെ വിവാഹശേഷം അവരുടെ ജോലി ആവശ്യാനുസരണം അരുണാചൽ പ്രദേശിലേക്ക് പോവുകയുണ്ടായി. ഇവർ രണ്ടുപേരും ആയുർവേദ ഡോക്ടർമാരായിരുന്നു. അങ്ങനെ സന്തോഷകരമായ നാളുകളിലൂടെ അവരുടെ ദാമ്പത്യ ജീവിതം കടന്നുപോയി. ഇതിനിടയിൽ അവർ മരണശേഷം പുനർജനിക്കും എന്ന കാര്യത്തിനെ കുറിച്ച് കേൾക്കാനിടയായി. അതിൽ ആകൃഷ്ടരായ അവർ അതിനെക്കുറിച്ച് പഠിക്കാൻ ആരംഭിച്ചു. ഇങ്ങനെ ഇതിനെക്കുറിച്ച് കൂടുതലായി തിരയാൻ തുടങ്ങിയവർ പുനർജനി എന്ന സംഘടനയെക്കുറിച്ച് മനസ്സിലാക്കി. ഈ സംഘടനയിൽ തൽപരരായ അവർ അതിൽ ചേരാൻ തീരുമാനിച്ചു. പിന്നീട് അങ്ങോട്ട് അവരുടെ വിശ്വാസങ്ങളും കാഴ്ചപ്പാടുകളും എല്ലാം മാറാൻ തുടങ്ങി. ദേവിയും ആര്യയും ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആയിരുന്നു. അവിടെ വെച്ച് അവർ നല്ല സുഹൃത്തുക്കളാവുകയും ചെയ്തു. ഇങ്ങനെ ഇരിക്കെ ദേവി ബ്ലാക്ക് മാജിക്കിന്റെ അത്ഭുത വശങ്ങളെ കുറിച്ച് ആര്യയോട് പറയുകയും അന്യഗ്രഹവാസത്തെക്കുറിച്ച് പറയുകയും എല്ലാം ഉണ്ടായി. ഇതിൽ തൽപരരായ ആര്യയും അവരുടെ കൂടെ ചേരാൻ തീരുമാനിച്ചു. പിന്നീട് അങ്ങോട്ട് ഇവർ ഒരുമിച്ചായിരുന്നു ബ്ലാക്ക് മാജിക്കിനെ കുറിച്ച് ചർച്ച ചെയ്തതും അന്യഗ്രഹത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള മാന്ത്രിക ക്രിയകളെല്ലാം ചെയ്തു വന്നതും.
എത്രയും പെട്ടെന്ന് അന്യഗ്രഹത്തിൽ യാത്ര ചെയ്യാൻ താല്പര്യരായവർ മാന്ത്രിക ക്രിയകളെല്ലാം സ്വന്തമായി ആരംഭിക്കാൻ തുടങ്ങി. അതിന്റെ അവസാനം അവർ ശരീരത്തിലെല്ലാം മുറിവുകൾ വരുത്തി തുടങ്ങി. ഈ മുറിവുകളിലൂടെയെല്ലാം രക്തം വാർന്നൊഴുകാൻ തുടങ്ങി. ഈ ബ്ലാക്ക് മാജിക്കിന്റെ അവസാന നിമിഷങ്ങളെ അവർ സ്വന്തം ശരീരത്തെ ഉപേക്ഷിച്ച് മറ്റൊരു ഗ്രഹത്തിൽ പുനർജന്മത്തിനായി അവർ യാത്ര ആരംഭിച്ചു. ബ്ലാക്ക് മാജിക്കിൽ പറയുന്ന പോലെ സ്വന്തം ശരീരത്തെ ഉപേക്ഷിച്ച് മറ്റൊരു ഗ്രഹത്തിൽ അവർ പുനർജന്മം എടുത്തോ, അല്ലെങ്കിൽ സാധാരണ മനുഷ്യർക്ക് സംഭവിക്കുന്ന പോലെ മരണത്തിന് കീഴടങ്ങിയോ? ബ്ലാക്ക് മാജിക് എല്ലാം യഥാർത്ഥ സത്യമാണോ, അത് മനുഷ്യരെ വിഡ്ഢികളാക്കാനുള്ള തന്ത്രമാണോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അറിവിലെ മറ്റുള്ളവർക്കോ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ നല്ല വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്ത നല്ല വീഡിയോയുമായി കണ്ടുമുട്ടുന്നവർക്കും എല്ലാവർക്കും ബൈ.